ഞാൻ ഡിഫൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, കാരണം ഡിഫൻസിനകത്താണ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് സാറിന് കാണാറ്. ഡിഫൻസ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സ്പേസ് പറയുമ്പോൾ റോക്കറ്റും അല്ലെങ്കിൽ സാറ്റലൈറ്റും, ഡിഫൻസ് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മിസൈലുമാണ്. അത് നമ്മുടെ ഓൺലി വെപ്പൺ ആണോ മിസൈൽ? അല്ല, വൺ ഓഫ് ദ വെപ്പൺസ് ആണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താ? ഇന്റർനാഷണലി നമ്മുടെ ബൗണ്ടറി എങ്ങനെയാണ്? എന്ത് ടൈപ്പ് ഓഫ് ബൗണ്ടറിയാണ് നമുക്ക് കൂടുതൽ? ലാൻഡ് ത്രെട്ടാണ് നമുക്ക് കൂടുതൽ. ബൗണ്ടറി ഇൻ ടേംസ് ഓഫ് നോക്കണ്ട, സീ ബൗണ്ടറി ആയിരിക്കും കൂടുതൽ. പക്ഷെ ലാൻഡ് വൈസ് ത്രെട്ടാണ് നമുക്ക് കൂടുതൽ. കാരണം നമ്മുടെ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൺട്രീസ് എല്ലാം കോൺഫ്ലിക്റ്റിംഗ് കൺട്രീസ് ആണ്. പാകിസ്ഥാൻ ആയാലും ചൈന ആയാലും മറ്റ് രാജ്യങ്ങളെ അത്ര ഇഷ്യൂസ് ഇല്ലെങ്കിലും നമുക്ക് സ്റ്റിൽ ദെയർ ആർ കോൺഫ്ലിക്ട്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെറസ്ട്രിയൽ അറ്റാക്കിന് പറ്റുന്ന രീതിയിലുള്ള വെപ്പൺസിനാണ് നമ്മൾ കൂടുതലും റിസർച്ച് നടത്തുന്നത്. അതേപോലെ എന്താ പറയുക, ലോ ഡിസ്റ്റൻസ് വെപ്പൺസിലും ഇന്ത്യ കൂടുതൽ റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് മിസൈൽസിൻ്റെ വെപ്പൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ബേസിക്സ്, എന്തിൻ്റെ ടേംസിലാണ് ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്, അത് തമ്മിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പ്രധാനപ്പെട്ട വെപ്പൺസ് ഏതൊക്കെയാണ്, ഇത്രയാണ് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ മിസൈൽസിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2 ടൈപ്പ് മിസൈൽസ് നമ്മൾ സാറിന് പറയും, ബാലിസ്റ്റിക് ആൻഡ് ക്രൂസ്. കേട്ടിട്ടുണ്ടാവും. ഈ ന്യൂസൊക്കെ വരുമ്പോൾ കാണാം ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലായി ഈ സാധനം പരീക്ഷിച്ചു. എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാലിസ്റ്റിക് ആൻഡ് ക്രൂസ്? അണ്ടർ വാട്ടറിൽ പോകുന്ന മിസൈലുകൾക്ക് നമ്മൾ ടോർപിഡോസ് എന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ സബ്മറൈൻസിന്റെ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ടോർപിഡോ എന്നിടക്കിടക്ക് പറയും. ടോർപിഡോസ് ആ വാട്ടർ ടു വാട്ടർ ലോഞ്ചബിൾ മിസൈൽസ്. അതായത് വാട്ടർ തന്നെ അകത്തുള്ള ഒരു ടാർഗറ്റ്. ഫോർ എക്സാമ്പിൾ 2 സബ്മറൈൻസ്, മുങ്ങിക്കപ്പലുകൾ, ഒന്ന് മറ്റൊന്നിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വാട്ടറിനകത്തൂടെ സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ടോർപിഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല ഇതിന്റെ മീനിങ്. ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലാണ്? ഇതതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ് ഇൻവോൾവ് അനുസരിച്ചാണ് ഈ ക്ലാസിഫിക്കേഷൻ. ബാലിസ്റ്റിക് ക്രൂസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ന്യൂസിലൊക്കെ ചില മിസൈൽ പരീക്ഷണമൊക്കെ നടത്തുമ്പോൾ അതിങ്ങനെ റോക്കറ്റ് ലോഞ്ചർ പോലൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും വിടുന്നത്. സാധാരണ നമ്മളൊരു പ്രതീക്ഷയിൽ മിസൈൽ ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷേ ഇത് ഇങ്ങനെയാണ് വിടുന്നത്. കണ്ടിട്ടുണ്ടോ? നേരെ റോക്കറ്റ് വിടുന്ന പോലെ മുകളിലേക്കായിരിക്കും വിടുന്നത്. അതെന്തിനാണ് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ റീസൺസ് ആണ്. ബേസിക്കലി എന്തിനായിരിക്കും മുകളിലേക്ക് ലോഞ്ച് ചെയ്ത് വിടുന്നത്? മുകളിലേക്ക് ലോഞ്ച് ചെയ്ത് വിടാൻ കാരണം എന്താണ്? ബിക്കോസ് ദേ ആർ നോട്ട് യൂസിങ് അവർ അറ്റ്മോസ്ഫിയർ ഫോർ ട്രാവലിംഗ്. ഔട്ടർ അറ്റ്മോസ്ഫിയർ ഉപയോഗിച്ചുള്ള ഗുണം എന്താ? 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ പാത്വേയിൽ അത് ട്രേസബിൾ ആയിരിക്കില്ല. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിലാകുമ്പോൾ ഒരുപാട് കൺട്രീസിന്റെ റഡാർ അതിനെ ഡിറ്റക്ട് ചെയ്യും. ഇപ്പോൾ ലോങ് റേഞ്ച് ഒക്കെ വിടുമ്പോൾ ട്രാക്ക് ഡൗൺ. ഒന്ന് അത്. 2, പെട്ടെന്ന് ഹിറ്റ് ചെയ്യാനും എളുപ്പം മുകളിൽ കൂടെ പോകുന്നതാണ്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ജെറ്റ് എയർക്രാഫ്റ്റ്സ് പോകുന്നത് നമ്മളിങ്ങനെ വാല് പോലെ കാണാറില്ലേ? അത് സാധാരണ ഫ്ലൈറ്റ് പോകുന്ന ഹൈറ്റിലാണോ കിടക്കുന്നത്? അല്ല, അത് അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയറിലാണ് പോകുന്നത്. കാരണം ഹൈറ്റ് കൂടുന്തോറും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാണ്. അതായത് ഞാൻ എർത്തിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരാൻ എനിക്ക് ടെറസ്ട്രിയലി ഇങ്ങനെ വരാം, അല്ലെങ്കിൽ എനിക്ക് ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് ഇങ്ങനെ വരാം. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഗുണമുണ്ട്. എന്താ? എർത്തിൻ്റെ റൊട്ടേഷൻ്റെ സെയിം ഡയറക്ഷനിലാണെങ്കിൽ എർത്തിൻ്റെ റൊട്ടേഷനും കൂടെ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് തരും. അതായത് ഞാൻ ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നതെങ്കിൽ എർത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് എപ്പോഴും നല്ലത്. പിന്നെ വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? എയറിലൊരു സാധനം മൂവ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ഏറ്റവും വലിയ ചാലഞ്ച് എന്താ? എയർ ഫ്രിക്ഷനാണ്. അതായത് എയർ ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് ഇതിന് ഒരുപാട് ഫ്യൂൽ ആവശ്യം വരുന്നത്. അപ്പോൾ അപ്പർ അറ്റ്മോസ്ഫിയറിക് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതിനെ സ്ട്രീം ലൈൻ ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ ട്രാവലിങ്ങിന് വേണ്ടി അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയർ അല്ലെങ്കിൽ ഔട്ടർ അറ്റ്മോസ്ഫിയർ ലെയർ യൂസ് ചെയ്യുന്ന മിസൈലുകളാണ് നമ്മൾ പൊതുവെ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറയുന്നത്. ഇനി ക്രൂസ് ആണെങ്കിലോ? ക്രൂസ് മിസൈൽ ആണെങ്കിലോ? ക്രൂസ് എങ്ങനെയായിരിക്കും? അപ്പം ക്രൂസ് അപ്പർ അറ്റ്മോസ്ഫിയർ ലെയർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ക്രൂസ് യൂഷ്വലി യൂസ് എ ലോവർ അറ്റ്മോസ്ഫിയറിക് പാത്ത്. അതായത് എർത്തിൻ്റെ സർഫസിൽ എനിക്ക് ഇവിടുന്ന് ഇവിടത്തേക്കാണ് എൻ്റെ ടാർഗറ്റ് എങ്കിൽ ഞാൻ ഇങ്ങനെ വിടും, ഇത് ഡയറക്റ്റ്ലി ഇവിടെ പോയി ഹിറ്റ് ചെയ്യും. സോ ദിസ് ഡസ് നോട്ട് ഇൻവോൾവ് യൂട്ടിലൈസേഷൻ ഓഫ് ഔട്ടർ അറ്റ്മോസ്ഫിയറിക് ലെയർ. ഇനി ബാലിസ്റ്റിക്കിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്.
എന്താ ഈ സാധനം എങ്ങനെയാണ് ബാലിസ്റ്റിക് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഞാൻ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ലോഞ്ച് ചെയ്തു, ഇത് അറ്റ്മോസ്ഫിയറിന് പുറത്ത് പോയി, അത് കഴിഞ്ഞിത് ടാർഗറ്റിലേക്ക് ഹിറ്റ് ആവും. ഈ ടാർഗറ്റിലേക്ക് ഹിറ്റ് ആവുന്ന സമയത്ത് ഇതിന് മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതായത് ഈ സാധനത്തിന് ഷെല്ലാക്രമണം കേട്ടില്ല നിങ്ങൾ? എന്താ ഷെല്ലാക്രമണം? they will drop a weapon, instead of just blasting it will split into pieces. ഈ ഓരോ പീസും ബ്ലാസ്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇതേപോലെ മൾട്ടിപ്പിൾ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബാലിസ്റ്റിക് മിസൈൽസിന്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂസ് മിസൈൽ ഏതാ? കേട്ടിട്ടുണ്ടോ? ഇനി ക്രൂസ് ആണോ ബാലിസ്റ്റിക് ആണോ? അപ്പോൾ ക്രൂസിൽ ബ്രഹ്മോസ് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മോസ് എന്തുകൊണ്ടാണ് ഫേമസ് ആവുന്നത്? ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ റഷ്യ കോമ്പിനേഷൻ ആണ്. ഇന്ത്യയുടെ മിക്കവാറും വെപ്പൺ മാനുഫാക്ചറിനകത്ത് നമ്മളൊരു മെയിൻ പാർട്ട്ണറാണ് റഷ്യ. അപ്പം ഇന്ത്യ റഷ്യ കോമ്പിനേഷൻ ആയതുകൊണ്ട് മാത്രമാണോ അത് ഫേമസ് ആയത് ബ്രഹ്മോസ്? അല്ല, ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് മിസൈലാണ്, ഒരു ക്രൂസ് മിസൈലാണ്. പിന്നെന്താ, അതിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ്. എന്താ ഈ ക്ലാസ്? വാട്ട് ഈസ് ദ ക്ലാസ് ഓഫ് മിസൈൽസ്? മിസൈൽസ് നമ്മൾ പൊതുവെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാറ്റഗറിക്ക് അകത്താണ് കമ്പാരിസൺ ചെയ്യുക. കമ്പാരിസൺ എന്തിനാ കാറ്റഗറി കൊണ്ടുവരുന്നത്? ഇപ്പോൾ സ്പ്രിന്റ് ഓടുന്ന ഒരു റണ്ണർക്ക് ഒരു മാരത്തൺ ഓടാൻ പറ്റണമെന്നുണ്ടോ? 100 മീറ്റർ സ്പ്രിന്റ് ഓടുന്ന ഉസൈൻ ബോൾട്ടിന് ഒരു 5000 മീറ്റർ മാരത്തൺ ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റുമായിരിക്കും, പക്ഷെ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. മിസൈലിന് ഇതേപോലെ തന്നെ അതിൻ്റെ റേഞ്ച്, എത്ര കിലോമീറ്റർ ഹിറ്റ് ചെയ്യാൻ പറ്റും, അതിന് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്, ഇതൊക്കെ അനുസരിച്ച് മിസൈൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ഇറ്റ്സ് ക്ലാസ് BrahMos is the fastest. That doesn't mean there are no other missiles which are faster than BrahMos, but അതിൻ്റെ ക്ലാസ്സിൽ അത് കൂടുതലാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഈ ക്രൂസും ബാലിസ്റ്റിക്കും ഞാൻ ബേസിക് പറഞ്ഞു. ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും വേറെ ഡിഫറൻസ് ഉണ്ടോ? നിങ്ങൾ എഴുതണ്ട. നിങ്ങൾക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വേണ്ട പോയിന്റ്സ് പറയാം, നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്താ ഇനി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ബാലിസ്റ്റിക്കും ക്രൂസും തമ്മിൽ? എന്താണ് അഡ്വാൻറ്റേജ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബാലിസ്റ്റിക് ഓവർ ക്രൂസ്? ഇതിന് രണ്ടിനും അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താ? നോൺ ട്രേസബിൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡിഫിക്കൽട്ട് ടു ട്രേസ് ആണ് ബാലിസ്റ്റിക്. പക്ഷെ അതല്ല അഡ്വാൻറ്റേജ്. ഇതിന് ഏതിനാണ് കൂടുതൽ സമയം ഫ്യൂവൽ ആവശ്യം വരുന്നത്? ഏതിനായിരിക്കും? ബാലിസ്റ്റിക്കിനാണോ ക്രൂസിനാണോ? ക്രൂസിനാണ് ഒബിയസ്ലി. കാരണം എന്താ, ക്രൂസ് നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ടാർഗറ്റിൽ എത്തുന്നത് വരെ അതിന് പുറകിൽ ഒരു എൻജിൻ വർക്ക് ചെയ്യണം. ആ എൻജിൻ ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് ലൈക്ക് എൻജിൻ ആയിരിക്കും. ഒന്നുമില്ല, ഒരു എയർക്രാഫ്റ്റ് പോകുന്ന അതേ മെത്തേഡിലാണ് ഒരു ക്രൂസ് മിസൈലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് പ്രൊപ്പൽഷൻ ആവശ്യമുണ്ട്. അതായത് ഫ്യൂവൽ കൂടുതൽ ആവശ്യം വരും. അത് മാത്രമല്ല, ഇതിൻ്റെ റേഞ്ച് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ക്രൂസ് മിസൈലിൻ്റെ റേഞ്ച് കൂടുതൽ ബാലിസ്റ്റിക്കിനേക്കാൾ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഏതായിരിക്കും സാധ്യത? ഉറപ്പായിട്ടും കുറവാണ്. യൂഷ്വലി ദേ ഹാവ് റേഞ്ച് ലെസ് ദാൻ 500 കിലോമീറ്റർ. കാരണം നമ്മളിങ്ങനെ പ്രൊജക്റ്റൈലായിട്ട് വിടുകയല്ലേ, അപ്പോൾ പോകാൻ പറ്റുന്നതിന് ലിമിറ്റ് ഉണ്ട്. പിന്നെന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? വാട്ട് ആർ അഡ്വാൻറ്റേജ് ഓഫ് ക്രൂസ് മിസൈൽ? ക്ലോസ് ടാർഗറ്റുകളിൽ ഹിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല അഡ്വാൻറ്റേജ് എന്താ? ഒരു ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഇത്രയും ആക്യുറസി ബാലിസ്റ്റിക്കിനില്ല. എന്തുകൊണ്ടാണ് ഇത്ര ആക്യുറേറ്റ് ആവുന്നത്? നമ്മൾ വെറുതെ ഒരു എക്സ്പ്ലോസീവ് സാധനം ഉണ്ടാക്കിയിട്ട് ഒരു ആംഗിളിൽ അങ്ങോട്ട് വിടുന്നതാണോ? അല്ല, അതിനകത്ത് ത്രസ്റ്ററുകളും ഗൈഡറുകളും ഉണ്ടാവും. അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റിലേക്ക് അതിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു CPU യൂണിറ്റ് അതിനകത്ത് ഉണ്ടാവും. അതിന് എയ്ഡ് ചെയ്യാൻ ആവശ്യമായ ത്രസ്റ്ററുകളും ഉണ്ടാവും. അതായത് ഈ കൺട്രോൾ യൂണിറ്റാണ് ഇതിൻ്റെ പാത്ത് കൺട്രോൾ ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ് ഗൈഡിങ് ഉള്ള ഗുണം എന്താ? ചിലപ്പോൾ ടാർഗറ്റ് ചെറുതായിട്ട് മാറുന്നുണ്ടാവും, മൂവിങ് ആയിരിക്കും ടാർഗറ്റ്, പക്ഷെ എന്നാലും ഇത് ഫോളോ ചെയ്ത് അതിനെ ഹിറ്റ് ചെയ്യാൻ പറ്റും സെൻസറുകൾ ഉണ്ടെങ്കിൽ. പിന്നെന്താ, അപ്പോൾ ഹൈ ആക്യുറസിയാണ് ക്രൂസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. ബ്രഹ്മോസിന് അത്ര ആക്യുറസി ഇല്ല. യു ക്യാൻ ചൂസ് എൻ ഏരിയ ആൻഡ് ബ്രഹ്മോസ് ബേസിക്കലി യൂസസ് ഫയർ ആൻഡ് ഫോർഗെറ്റ് മെത്തേഡ്. കേട്ടിട്ടുണ്ടോ? മിസൈൽസ് പറയും ഫയർ ആൻഡ് ഫോർഗെറ്റ്. എന്താ ഫയർ ആൻഡ് ഫോർഗെറ്റ്? നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയുക, വായെന്ന് പോയ സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും. അതേപോലെ തന്നെ ഈ സാധനം ഫയർ ചെയ്ത് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ഇറ്റ്. കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സെൽഫ് ഡിസ്ട്രക്ഷൻ ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ എനി ക്യാൻസലേഷൻ ഓഫ് പ്ലാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് കളയാം. അല്ലാതെ അതിൻ്റെ പാത്ത് ഓൾട്ടർ ചെയ്ത് കളയാൻ ഓപ്ഷൻ ഇല്ല.
പക്ഷെ ക്രൂസ് അങ്ങനെയാണോ? അല്ല, ക്രൂസിന് കണ്ടിന്യൂസ് ഗൈഡിങ് ഉണ്ട്. അപ്പം ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഹിറ്റ് ദ ടാർഗറ്റ് ഓർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ടാർഗറ്റ്, യു ക്യാൻ ഓൾവേസ് റീഡയറക്ട് ഇറ്റ് ബിഫോർ ഹിറ്റിംഗ്. പക്ഷെ ഇതിനൊന്നും അധികം സമയം ഉണ്ടാവണമെന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടാർഗറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ഡിഫറൻസ്. അപ്പോൾ ഏതിനാണ് ഇപ്പം ബാലിസ്റ്റിക് ആണെങ്കിൽ അതിന് ഏത് ടൈപ്പ് എഞ്ചിനായിരിക്കും ഉണ്ടാവുക? അതിൻ്റെ പേർപ്പസ് എന്താണ്? ഹൈറ്റ് കൂടി അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തണം. അപ്പോൾ അതിന് ഏത് ടൈപ്പ് എഞ്ചിനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ജെറ്റ് എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ മതിയാവോ? ജെറ്റ് എയർക്രാഫ്റ്റ് ഔട്ടർ അറ്റ്മോസ്ഫിയർ പോകുന്നുണ്ടോ? ഇല്ല, ഇറ്റ്സ് നോട്ട് capable ഓഫ് ഗോയിങ് ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ. സോ ദേ യൂസ് റോക്കറ്റ് ലൈക്ക് പ്രൊപ്പൽഷൻ എഞ്ചിൻ. റോക്കറ്റ് പ്രൊപ്പൽഷൻ എഞ്ചിനാണ് ബാലിസ്റ്റിക് യൂസ് ചെയ്യുന്നത്. ഹൈറ്റ് ഗെയിൻ ചെയ്യുന്നു. ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കമ്പസ്റ്റൻ ആവശ്യമുണ്ടോ? പിന്നെ കമ്പസ്റ്റൻ ഇല്ല. നമ്മൾ ഇട്ട പാറ്റേണിൽ കമ്പസ്റ്റൻ തീരും. ചെറിയ ത്രസ്റ്റിംഗ് ഫോഴ്സുകൾ മാത്രം മതി. അത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ കൃത്യമായ ടാർഗറ്റിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യും. ഇനി ഇതിനെത്ര റേഞ്ച് ഉണ്ട് ബാലിസ്റ്റിക്കിന്? എത്രയുണ്ട്? നമുക്കിപ്പോൾ ഇന്ത്യക്ക് ഇവിടുന്ന് ഏത് കൺട്രീനെ വരെ ഹിറ്റ് ചെയ്യാൻ പറ്റും? It has range up to 12,000 kilometers. അപ്പോൾ ഇന്ന് പോയിട്ടൊരു മാപ്പ് എടുത്തിട്ട് നോക്കുക, 12,000 കിലോമീറ്റർ നമ്മൾ റേഞ്ച് എത്ര ഉണ്ടാവുന്നു. അത് മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈൽ എന്താ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി ലോഞ്ച് ഫ്രം വാർഷിപ്സ്. അപ്പോൾ നമുക്കൊരു അക്വാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും കൂടെ ഇതിനെ ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മെയിൻലി ബാലിസ്റ്റിക് മിസൈൽ ഏത് ടൈപ്പ് ഓഫ് വാർഹെഡ്, വേറൊരു ടേമാണ് വാർഹെഡ്. കുറച്ച് ടേമുകൾ ഇടാം. വാർഹെഡ്, പേലോഡ്. എന്താ വാർഹെഡ്? നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു മരക്കഷ്ണം ബാലിസ്റ്റിക് മിസൈലായിട്ട് വിട്ടാൽ മതിയോ? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവിടെ പോയി എക്സ്പ്ലോഷൻ കോസ് ചെയ്യണം. ഇപ്പോൾ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിനകത്ത് വേണ്ടേ? സോ യുവർ മിസൈൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വാർഹെഡ് ദാറ്റ് യു യൂസ്. ഇപ്പോൾ നമ്മൾ സാധാരണ ബാലിസ്റ്റിക്കിന് എയിം ചെയ്യുന്ന വാർഹെഡ് ഏതാണ്? ന്യൂക്ലിയർ വെപ്പണാണ്. കാരണം അതുകൊണ്ടാണ് ഇത്രയും റേഞ്ച്. നമുക്ക് കേരളം തമിഴ്നാട് തമ്മിൽ ആക്രമിക്കുമ്പോൾ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യപ്പെടാത്തത്? രണ്ട് ന്യൂക്ലിയർ പവർ അല്ലാത്തതുകൊണ്ടാണോ? അല്ല, വി ഷെയർ കോമൺ ബൗണ്ടറി. അപ്പോൾ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉറപ്പായിട്ടും ആ കൺട്രിക്ക് ഉണ്ടാവും. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്കൊരു ഇമ്മ്യൂണിറ്റി ന്യൂക്ലിയറിനകത്ത് വരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ സാധനം വേറൊരു ലോങ് ഡിസ്റ്റൻസ് ടാർഗറ്റിനകത്ത് ഇത് ബാധകമാണോ? അല്ല, നമ്മളെ ലാൻഡ് ബൗണ്ടറി ഒന്നും ഷെയർ ചെയ്യാത്തൊരു കൺട്രിയാണ് നമ്മളെ ത്രെട്ടെങ്കിൽ ഒബിയസ്ലി വിൽ യൂസ് ന്യൂക്ലിയർ വെപ്പൺ ഫോർ ഡിഫൻസ് അറ്റ്ലീസ്റ്റ്. സോ ന്യൂക്ലിയർ വെപ്പണിന് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. അല്ലാതെ 500 കിലോമീറ്റർ അപ്പുറം പോയി വീഴുന്ന സാധനത്തിനകത്ത് അത് വിട്ടാൽ എങ്ങനെ ഇരിക്കും? സർജിക്കൽ സ്ട്രൈക്കിന് നമ്മൾ യൂസ് ചെയ്തത് ക്രൂസ് മിസൈൽ ആണെന്നാണ് പറയുന്നത്. പക്ഷേ അത് ന്യൂക്ലിയർ വാർഹെഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. ക്രൂസിനകത്ത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും നമ്മൾ അഗ്നി, തൃശ്ശൂൽ ഏതെങ്കിലും വെപ്പൺ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ ഏതാ വെപ്പൺ, ഏതെങ്കിലും മിസൈൽ യൂസ് ചെയ്യുന്നു. പിന്നെ ഡ്രോൺ അറ്റാക്ക് ആണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഡ്രോൺസാണ് യൂസ് ചെയ്യുന്നത് ഇതിനേക്കാൾ കൂടുതൽ 500 കിലോമീറ്ററിനകത്തൊക്കെയുള്ള റേഞ്ചിൽ. അപ്പം നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനിയിപ്പം പേലോഡ്. വാട്ട് ഈസ് പേലോഡ്? വാർഹെഡ് പറഞ്ഞു. പേലോഡ് എന്താ? പേലോഡ് രണ്ട് സ്ഥലത്ത് കേൾക്കാം. ഒന്ന് റോക്കറ്റിലും കേൾക്കാം, മിസൈലിലും കേൾക്കാം. പേലോഡ് എന്ന് വെച്ചാൽ ബേസിക്കലി ഈ മിസൈൽ എന്ന് പറയുന്ന ഒരു കാരിയർ വെഹിക്കിൾ മാത്രമാണ്. അതിനകത്ത് നമ്മൾ നടക്കുന്ന സാധനമാണ് എക്സ്പ്ലോഷൻ കോസ് ചെയ്യുന്നത്. സെയിം ഇസ് ദ കേസ് വിത്ത് റോക്കറ്റ്. റോക്കറ്റിന് അറ്റ്മോസ്ഫിയർ വരെ റോളുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനകത്ത് സാറ്റലൈറ്റാണ് റോള്. അപ്പം നമുക്ക് അകത്ത് എൻക്യാപ്സുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാറ്റലൈറ്റിൻ്റെയോ വാർഹെഡിൻ്റെയോ വെയിറ്റിനെയാണ് പേലോഡ് എന്ന് പറയുന്നത്. സോ മിസൈലിനെ നമ്മൾ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് ദ അവൈലബിലിറ്റി ഓർ ദ ഫീസിബിലിറ്റി ഇൻ ടേംസ് ഓഫ് പേലോഡാണ്. ഇപ്പോൾ ന്യൂക്ലിയർ ഒക്കെ ആണെങ്കിൽ ഇത്ര ആഘാതം ഉണ്ടാക്കണമെങ്കിൽ ഇത്ര ന്യൂക്ലിയർ വെപ്പൺ ആവശ്യമുണ്ട്. സോ ദ മിസൈൽ ഇസ് കാപ്പബിൾ ഇനഫ് ടു ക്യാരി ഓർ നോട്ട്. അതാണ് ഡിറ്റർമൈനിങ് ഫാക്ടർ. അപ്പോൾ ഇതിനകത്ത് ഏത് ടൈപ്പ് മിസൈലിനായിരിക്കും പേലോഡ് ഡെലിവറി കൂടുതലുള്ളത്? ക്രൂസിനായിരിക്കുമോ ബാലിസ്റ്റിക്കിനായിരിക്കുമോ? ഏതിനായിരിക്കും? ക്രൂസിനായിരിക്കുമോ? ഉറപ്പായിട്ടും ബാലിസ്റ്റിക്കിനായിരിക്കും. കാരണം ബാലിസ്റ്റിക് ആർ ബിഗർ ഇൻ സൈസ് ടു. ക്രൂസ് ചെറുതാണ് സൈസ്. അത് മാത്രമല്ല, വലിയ വെയിറ്റ് ഉള്ള സാധനത്തിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമാണോ? അല്ല. അപ്പോൾ ഇത് മിനിമൽ വെയിറ്റ് ആണ് ക്രൂസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ബാലിസ്റ്റിക് മിസൈൽസ് ആൻഡ് ക്രൂസ് മിസൈൽസ്. അതിനകത്ത് കുറച്ച് പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. ക്രൂസിന് സെൽഫ് പ്രൊപ്പൽഡ് ആണ്. സെൽഫ് പ്രൊപ്പൽഡ്, സിമിലർ ടു ജെറ്റ് എഞ്ചിൻ.
range less than 500 kilometer, range less than 500 kilometer, low payload delivery, low payload delivery, usually carries single payload, usually carries single payload. എന്താ സിംഗിൾ പേലോഡ് കേട്ടിട്ടുണ്ടോ? സിംഗിൾ പേലോഡ് എന്ന് വെച്ചാൽ സം മിസൈൽസ് ക്യാരീസ് മൾട്ടിപ്പിൾ പേലോഡ്. അതായത് എനിക്ക് 2 ടൈപ്പ് ഓഫ് എക്സ്പ്ലോസീവ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. മേ ബി ഒന്നൊരു ന്യൂക്ലിയർ വാർഹെഡ് ആയിരിക്കും, ഒന്നൊരു സാധാരണ കൺവെൻഷണൽ വാർഹെഡ് ആയിരിക്കും. അപ്പം ഇതിനകത്ത് സിംഗിൾ മാത്രമേ പറ്റൂ ക്രൂസിനകത്ത്, കാരണം അതിന് പേലോഡ് ഡെലിവറി വീക്കാണ്. പിന്നെന്താണ്, പിന്നൊരു കാര്യം, ദേ മോസ്റ്റ്ലി യൂസ് കൺവെൻഷണൽ മെത്തേഡ്. കൺവെൻഷണൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന എക്സ്പ്ലോസീവ്, അതായത് TNT അല്ലെങ്കിൽ നൈട്രജൻ്റെ അതർ കോമ്പൗണ്ടുകൾ, ഇങ്ങനത്തെ കൺവെൻഷണൽ ഫ്യൂവലാണ് പ്രധാനമായിട്ടും ക്രൂസ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂസ് മിസൈൽ ഏതാ? ഞാൻ പറഞ്ഞു ഓൾറെഡി, ബ്രഹ്മോസ്. ബ്രഹ്മോസ് ആണ് ക്ലാസിക് എക്സാമ്പിൾ. റേഞ്ച് ലെസ് ദാൻ 500, അത് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി ബ്രഹ്മോസിനകത്ത് എന്താ, യൂസസ് ഔട്ടർ അറ്റ്മോസ്ഫിയറിക് ലെയർ, യൂസസ് ഔട്ടർ അറ്റ്മോസ്ഫിയറിക് ലെയർ. എന്താണ്? അല്ലല്ല, ബ്രഹ്മോസ് നമ്മൾ ക്രൂസിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ബ്രഹ്മോസ് പറയുന്നത്. ബാക്കി നമ്മൾ അഗ്നി, ത്രിശൂൽ, പൃഥ്വി, ഈ മിസൈലുകളാണ് ബാലിസ്റ്റിക്കിനകത്ത് വരുന്നത്. ഏതിന്? ബ്രഹ്മോസിന് ഇല്ല, ബ്രഹ്മോസ് ക്രൂസ് ആണ്. ക്രൂസ് ഔട്ടർ അറ്റ്മോസ്ഫിയർ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഓ സോറി, ഞാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയോ? സോറി. സൂപ്പർ സോണിക് എന്ന് പറയുന്നത് ഔട്ടർ അറ്റ്മോസ്ഫിയർ യൂസ് ചെയ്യാന്നല്ല അർത്ഥം. സോണിക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സോണിക്, സോണാർ, ഈ 2 വാക്കുകൾ നിങ്ങൾ അറിയണം. എന്താ സോണിക്? സംതിങ് റിലേറ്റഡ് ടു ഓഡിറ്ററി സിഗ്നൽസ് ആർ നോൺ ആസ് സോണാർ. അതായത് കേൾവി, ഫ്രീക്വൻസി ഓഫ് ഓഡിറ്ററി സിഗ്നൽ ഫ്രീക്വൻസിയിലുള്ള ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ സോണാർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്കാനിങ് കേട്ടിട്ടുണ്ടാവും, USG സ്കാൻ, അൾട്രാസൗണ്ട് സോണോഗ്രഫിയാണ്. എന്താ സോണോഗ്രഫി എന്ന് വെച്ചാൽ? ക്രിയേറ്റിംഗ് എ പിക്ചർ, ഇതും സയൻസിന്റെ ആണ്, ക്രിയേറ്റിംഗ് എ പിക്ചർ ഔട്ട് ഓഫ് റിഫ്ലക്റ്റഡ് ഓഡിറ്ററി വേവ്. എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയ ആൾക്കാർക്ക് MRI, CT സ്കാൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അവർക്ക് അത് അവരുടെ ക്യാരി ചെയ്യുന്ന കുട്ടീൻ്റെ ഡെവലപ്മെന്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അൾട്രാസൗണ്ടിലുള്ള ഒരു സൗണ്ട് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം കേൾക്കാൻ പറ്റുന്ന സ്പെക്ട്രം എത്രയാണ്? 20 Hz to 20,000 kHz ആണ്. അപ്പോൾ ഇതിനകത്ത് വരാത്ത സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിന്റെ മുകളിലുള്ള ഫ്രീക്വൻസി യൂസ് ചെയ്യും. എന്നിട്ട് ആ പോകുന്ന ഫ്രീക്വൻസിന്റെ റിപ്പീറ്റേഷൻ, അതായത് അവിടെ തട്ടിയിട്ടുള്ള റിഫ്ലക്ഷൻ നമ്മൾ സെൻസ് ചെയ്തെടുക്കുകയും ആ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ഇമേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതേ മെത്തേഡാണ് സൂപ്പർ സോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോണിക് എന്ന് വെച്ചാൽ സൗണ്ട് എന്നാണ് അർത്ഥം. സോ ദ വെലോസിറ്റി ഓഫ് സൗണ്ട്. സോ സൂപ്പർ സോണിക് മീൻസ് വെലോസിറ്റി ഹയർ ദാൻ സൗണ്ട് വെലോസിറ്റി, അത്രേ അർത്ഥമുള്ളൂ. സൂപ്പർസോണിക് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് യൂസസ് ഔട്ടർ അറ്റ്മോസ്ഫിയറിക് ലെയർ. അതിന് ഓൺലി മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് വെലോസിറ്റി ഹയർ ദാൻ ദാറ്റ് ഓഫ് സൗണ്ട് ഓവർ ഹിറ്റിംഗ് ദ ടാർഗറ്റ്. ഇനി സോണാർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ സോണാർ? കേട്ടിട്ടുണ്ടോ? അതായത് ഇറ്റ് ഈസ് എ റിമോട്ട് സെൻസിങ് മെത്തേഡ്. എന്താ റിമോട്ട് സെൻസിങ്? നമ്മൾ മെയിൻലി സാറ്റലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? സാറ്റലൈറ്റിന് ഒരുപാട് പേർപ്പസ് ഉണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പേർപ്പസ് ആണ് റിമോട്ട് സെൻസിങ്. റിമോട്ട് മീൻസ് സെൻസ് സംതിങ് ഇൻ എ റിമോട്ട് ലൊക്കേഷൻ. അതായത് നമുക്ക് ഫിസിക്കലി ആക്സസിബിൾ അല്ലാത്ത ഒരു സ്ഥലം ദൂരെ നിന്നിട്ട് ആക്സസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓഷ്യൻ ബെഡിനകത്ത് റിസോഴ്സ് ഉണ്ടോ, അല്ലെ ഓഷ്യൻ ബെഡിനകത്ത് ഫിഷിന്റെ പോപ്പുലേഷൻ കൂടുതൽ എവിടെയാണ്, അതൊക്കെ നമുക്ക് സെൻസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ സെൻസിങ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സോണാർ ടെക്നോളജിയാണ്. സൗണ്ട് വേവുകൾ അങ്ങോട്ട് വിടും, അതിന്റെ റിഫ്ലക്ഷൻ എടുക്കും. അതേപോലെ ഷിപ്പിനകത്ത്, ടോർപിഡോനകത്ത് അല്ലെങ്കിൽ സബ്മറൈൻസിനകത്തൊക്കെ സെൻസ് ചെയ്തെടുക്കുന്നതും സൗണ്ടാണ്. സോ ദേ ഓൾ യൂസ് സോണാർ. നമ്മൾ ഗോൾഡിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനൊക്കെ സോണാർ യൂസ് ചെയ്യും. കാരണം ഗോൾഡിനകത്തേക്ക് സൗണ്ട് വേവ് വിട്ടിട്ട് അതിന്റെ റിപ്പൽഷൻ എടുക്കുക. അപ്പം അതിനിടയിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ റിഫ്ലക്ഷൻസ് മാറും. അപ്പം സോണാർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതല്ലേ എഴുതാത്തത്? നിങ്ങൾ ക്രൂസിന്റെ എക്സാമ്പിളാണ് എഴുതാത്തത്. അല്ല, ഇത് എഴുതിയോ? മറ്റേ സാധനം ബാലിസ്റ്റിക് എഴുതിയോ? അല്ല, ബാലിസ്റ്റിക് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബ്രീഫ് പ്രൊപ്പൽഷൻ,
brief propulsion, range of 300 to 12,000 kilometer, range of 300 to 12,000 kilometer, no fuel required after initial thrust, no fuel required after initial thrust, multiple payloads can be delivered, multiple payloads can be delivered, and mainly used for nuclear weapon delivery, mainly used for nuclear weapon delivery. Uses at outer atmospheric layer for traveling, uses outer atmospheric layer for traveling. ഇനി എന്തുകൊണ്ടാണ് ബാലിസ്റ്റിക്കിൻ്റെ ആക്യുറസി കുറയുന്നത്? ഞാൻ പറഞ്ഞു ക്രൂസിന് ഗൈഡിങ് ഉണ്ട്, അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ബെറ്റർ ടാർഗറ്റ് ഹിറ്റിംഗ് ആണ്. പക്ഷെ ബാലിസ്റ്റിക്കിന് ആക്യുറസി കുറയാൻ കാരണം അതിന് പ്രോപ്പർ ഗൈഡിങ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണോ? ഗൈഡിങ് അവിടെ അപ്പോഴും ഉണ്ട്, പക്ഷെ അത് മിനിമലാണ്. പക്ഷെ അതല്ല പ്രധാന കാരണം. എന്തുകൊണ്ടാണ്? ക്രൂസ് ആണോ ബാലിസ്റ്റിക് ആണോ എയറിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ടാർഗറ്റിൻ്റെയും ലോഞ്ചിങ് സ്റ്റേഷൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഏത് മിസൈലാണ്? ആണോ? ആണ്, ഉറപ്പായിട്ടുമാണ്. കാരണം ക്രൂസ് എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ ബാലിസ്റ്റിക് കൂടിയ ഡിസ്റ്റൻസിൽ പോയിട്ടാണ് വരുന്നത്. അപ്പം അതിനിടയിലുള്ള മറ്റ് എഫക്റ്റുകൾ ഓൾട്ടർ ചെയ്യാൻ ചാൻസ് കൂടുതലല്ലേ ബാലിസ്റ്റിക്കിന്? അതായത് എയറിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാവും? അഡ്വേഴ്സ് എഫക്റ്റുകൾ, എയർ ഫ്രിക്ഷൻ ഉണ്ടാവും, പിന്നെ ടെമ്പറേച്ചർ ചേഞ്ചുകൾ ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിന്റെ പല ലെയറിൽ പല ടെമ്പറേച്ചറാണ്. പിന്നെ അതിനേക്കാളൊക്കെ വലിയൊരു എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ കൊറിയോളിസ് എഫക്റ്റ് നേരിട്ടുണ്ടോ? കൊറിയോളിസ് ഫോഴ്സ് ഓർ കൊറിയോളിസ് എഫക്റ്റ്. എന്താ കൊറിയോളിസ്? കൊറിയോളിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ജോഗ്രഫി എടുത്തോ? ജോഗ്രഫിക്കകത്താണ് പഠിച്ചിട്ടുണ്ടാവും. അതായത് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുന്ന വിൻഡുകളും ചില അറ്റ്മോസ്ഫിയറിക് എഫക്റ്റുകൾക്കും പ്രധാന കാരണക്കാരൻ കൊറിയോളിസ് എഫക്റ്റ് ആണ്. എന്താ അപ്പോൾ കൊറിയോളിസ് എഫക്റ്റ്? ബേസിക്കലി എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? എർത്ത് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന എഫക്റ്റാണ്. അതായത് നിങ്ങൾ ഒരു കയറിലൊരു എന്തെങ്കിലും സാധനം കിട്ടി ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് ജനറേറ്റ് ആവും. എങ്ങോട്ട്? സെൻട്രലോട്ട്. ആ ഫോഴ്സിന്റെ പുറത്താണ് ഈ കയറ് പൊട്ടാതെ അവിടെ നിൽക്കുന്നത്. ഇനി നിങ്ങളെ കയറ് പൊട്ടിപ്പോയാൽ തന്നെ ആ കല്ല് എങ്ങോട്ടാ മൂവ് ചെയ്യാം? പെർപെൻഡിക്കുലർ ആയിട്ട് സൈഡിലേക്കാണ് പോകുക, അല്ലാതെ സർക്കുലർ ആയിട്ട് വരുമോ? ഇല്ല. അത് സെൻട്രിപെറ്റൽ ഫോഴ്സും ഈ കൊറിയോളിസ് ഫോഴ്സും തമ്മിലുള്ള എഫക്റ്റ് ആണ്. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. ഇനി ഇതിന്റെ എഫക്റ്റ് എന്താ? ജോഗ്രഫിയിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? അതായത് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഒബ്ജക്റ്റുകൾ, മൂവിങ് ഒബ്ജക്റ്റുകൾ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യാനും സദേൺ ഹെമിസ്ഫിയറിൽ മൂവിങ് ഒബ്ജക്റ്റുകൾ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യാനും ഇത് കാരണമാവും. അപ്പോൾ ഈ ടിൽറ്റാണ് ആക്ച്വലി അറ്റ്മോസ്ഫിയറിക് എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത് ബാലിസ്റ്റിക് മിസൈലിന് ഒരു പ്രശ്നമല്ലേ? അതെ, കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനകത്താണ് മുകളിലേക്കും താഴേക്കും വരുന്നത്. ഇപ്പോൾ കൊറിയോളിസ് എഫക്റ്റ് കൊണ്ടും ഇതിന് ടിൽറ്റ് ഉണ്ടാവാം, എയർ ഫ്രിക്ഷൻ കൊണ്ടും ഉണ്ടാവും. അപ്പോൾ ഇതിനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ആദ്യം ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ കാരണമാവും. പക്ഷേ ന്യൂക്ലിയർ വെപ്പണൊക്കെ ഡെലിവർ ചെയ്യുമ്പോൾ ചെറിയ ആക്യുറസി പ്രശ്നമാണോ? ഒരിക്കലുമല്ല. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ചിലപ്പം തിരുവനന്തപുരം ആയിരിക്കും, ചിലപ്പോൾ അത് കൊല്ലത്ത് പോയി വീഴും. പക്ഷേ വലിയ വ്യത്യാസം വരുമോ? ഇല്ല. അവിടെ ഒന്നും ഒരു 50 കിലോമീറ്റർ റേഞ്ചിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതേ സമയത്ത് ക്രൂസ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ആവണമെന്നില്ല. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ക്ലോസ് റേഞ്ച് സ്ഥലങ്ങളായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് വിട്ട സാധനം തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ പോയി വീണാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ അവിടെ ആക്യുറസി കൂടുതൽ. അപ്പം ബേസിക്കലി മിസൈൽ ചൂസ് ചെയ്യുന്നതിന് മുന്നിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കും. എത്ര പേലോഡ് ഡെലിവർ ചെയ്യണം, എത്ര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എത്ര ആക്യുറസി വേണം, ഈ സാധനങ്ങൾ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മിസൈൽസ് എല്ലാം ഡിസൈൻ ചെയ്യുന്ന എവിടുന്നാണ്? DRDO ആണ് ചെയ്യുന്നത്. ഇപ്പോൾ HAL-ഉം ചെയ്യുന്നുണ്ട്. പല പ്രൊജക്റ്റിലും HAL-ഉം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പോൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ക്രൂസിനകത്ത് ഞാൻ മിസൈൽസ് നിങ്ങൾക്ക് ഓരോന്ന് എടുക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിൾസ് ആഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം പ്രൊമോസ് എഴുതിയാൽ മതി. ഇതിനകത്ത് എഴുതിയോ? ബാലിസ്റ്റിക്കിന് എഴുതി നോക്കുക. അഗ്നി, പൃഥ്വി, ധനുഷ്,
അഗ്നി, പൃഥ്വി, ധനുഷ്. എക്സാമ്പിൾസ് അത്രയും എഴുതിയാൽ മതി. ഞാൻ 1, 2, 3 ക്ലാസിഫിക്കേഷൻ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, അപ്പം ആ സമയത്ത് ആഡ് ചെയ്യാം.